ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ആട്ടോ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം, അതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നും കാണിച്ചു തരാം. അപ്പം ഞാനൊരു 2 month ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പം എനിക്ക് എന്തായാലും അത് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണമെന്നുള്ളവർ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതായിട്ടോ ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ് നമ്മുടെ ഫിലിപ്സിന്റെ സ്റ്റെറിലൈസർ ആണ്. അപ്പൊ ഇതിന്റെ ഞാൻ ഓരോ പാർട്ടായിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതിൽ വരുന്ന പാർട്ടുകൾ കാണിച്ചു തരാം. നമ്മൾ വെള്ളം ഒഴിക്കണം. ഇതിലൊഴിക്കേണ്ട 130 ml ആട്ടോ. ഇതിലിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ 130 ml വെള്ളം ഒഴിക്കാം. ഇതാണ് ഓൺ സ്വിച്ച്. ഇതിങ്ങനെ ഓൺ ആക്കാം, ഇത് ഓഫ് ആക്കി തന്നെ ഓഫ് ആവും കേട്ടോ. ഒരു 10 minute ഒക്കെ ആകുമ്പോൾ ഇത് തന്നെ ഓഫ് ആവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് വെക്കണം. ഇത് വെച്ചിട്ട് ഇത് അതിൻ്റെ അകത്ത് വെക്കണം. ഇതിൽ നമുക്ക് 6 ഫീഡിംഗ് ബോട്ടിൽ വെക്കാവുന്നതാണ് ഒറ്റ സ്റ്റെപ്പില്. ഇത് വെച്ചിട്ട് ഇത് വെക്കുക. ഇവിടെ നമ്മള് നിപ്പിള്, ഫീഡിംഗ് ബോട്ടിന്റെ അടപ്പുകള് ഇതിൽ നമുക്ക് വെക്കാം. ഇത് നമുക്കിങ്ങനെ അടച്ചു വെക്കാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിൽ നമുക്ക് 130 ml വെള്ളം എടുക്കണം. അപ്പൊ ഞാൻ ഫീഡിംഗ് ബോട്ടിൽ 130 ml വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒഴിക്കാം. ഓക്കെ, അപ്പൊ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് വെക്കാം. ഇത് വെച്ചതിന് ശേഷം ഇത് വെക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഫീഡിംഗ് ബോട്ടിൽ വെക്കാം. ഞാനിപ്പോ ഒന്നാട്ടോ വെക്കുന്നേ, ഒരു ഫീഡിംഗ് ബോട്ടില്. പിന്നെ ഞാൻ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അപ്പം അതും ഇതിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് വെക്കാം. ഇവിടെ വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു സിലിക്കോൺ ടൈപ്പാണ്, നമ്മുടെ ബ്രസ്റ്റ് പമ്പിൽ വന്ന ഒരു പാർട്ടാണ്. അപ്പൊ അത് ഇവിടെ വെക്കുന്നുണ്ട്. ഇതെല്ലാം ബ്രസ്റ്റ് പമ്പിന്റെ ഒരു പാർട്ടാണ് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ ഫീഡിംഗ് ബോട്ടിന്റെ നിപ്പിള് വെക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഒരു പാർട്ടും വെക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്നിട്ട് ഇത് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം കൊടുക്കാം, സ്വിച്ച് ഇടുക. ഇതിലാട്ടോ നമ്മൾ ഓണാക്കണ്ടേ. ഇതിങ്ങനെ ഓണാക്കാം. ഓണാകുമ്പോൾ ഇവിടെ ലൈറ്റ് കത്തും. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഇതിൽ വെക്കുന്ന സമയത്ത് നമ്മുടെ ഫീഡിംഗ് ബോട്ടിൽ ഇപ്പം ബ്രസ്റ്റ് പമ്പിന്റെ പാർട്സ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. നമുക്കൊരു ലിക്വിഡ് കിട്ടും, ഈ ഫീഡിംഗ് ബോട്ടിലൊക്കെ കഴുകുന്ന ലിക്വിഡ് ഉണ്ട്. അപ്പം അത് നമ്മൾ മേടിച്ച് അതിൻ്റെ കൂടെ ഒരു ബ്രഷ് മേടിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൽ നമ്മൾ വെക്കാവൂ. അപ്പൊ ഈ സ്റ്റെറിലൈസറിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വേണം ആവശ്യം എന്നുള്ളവർ മേടിക്കാം കേട്ടോ. അപ്പോൾ 10 minute ആയിട്ടുണ്ട്. 10 minute ആകുമ്പം ഇത് തന്നെ ഓഫ് ആവും കേട്ടോ. കണ്ടല്ലോ, അപ്പൊ ഇവിടെ ലൈറ്റ് കത്തില്ല. അപ്പൊ ഇത് ഓഫ് ആയെന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മളിത് ഓപ്പൺ ചെയ്യരുത്. ഒരു 5 minute കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താൽ മതി. നല്ല ചൂടായിരിക്കും. നമ്മളിവിടെയൊക്കെ തുടങ്ങുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പൊ 5 minute ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതിലുള്ള ആവശ്യമുള്ള ഇത് മാത്രം നമുക്ക് എടുക്കാം കേട്ടോ. ദെൻ അത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ അടച്ചു വെക്കുക. ആവശ്യമുള്ളത് എടുത്തിട്ട് ഇതിലെന്തേലും ഇപ്പൊ ഫീഡിംഗ് ബോട്ടിലോ എന്തെങ്കിലും നമുക്ക് ഇതിൽ വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം. ഇത് 24 hour ഇങ്ങനെ തന്നെ ഇരുന്നോളും, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇതിന്ന് നമ്മൾ ഫീഡിംഗ് ബോട്ടിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ കൂടെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പൊ ഇത് വെച്ച് വേണം നമ്മൾ ഇതൊക്കെ എടുക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.